ഹോട്ടലൊക്കെ ഉണ്ട്. ഇതല്ലേ ഏറ്റവും വലിയ ഉപകാരം അല്ലേ? അതുകൊണ്ടല്ലേ ഇതിനതാ ഈ പാസ്സൊക്കെ ആയിട്ട് വന്നത്. നല്ലൊരു ഉപകാരമായിട്ട് എത്രയോ കാലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ എന്തൊരു സേവനമായിട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. അത് DYFI മക്കളെ നമുക്ക് ഒരു സന്തോഷം തന്നെ, അവരിങ്ങനെ ചെയ്തു തരുന്നല്ലേ. ഉച്ചഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ ആരും വിശന്നിരിക്കരുത്. DYFI വർഷങ്ങളായി സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. പലവിധത്തിലുള്ള വിഭാഗീയ ചിന്തകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങൾക്കറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറുകൾ ശേഖരിക്കുകയും ആ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കരുതൽ, അപരനെ ചേർത്ത് പിടിക്കുന്ന സോദരത്വേന എന്നൊരാശയത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ട് കൂടി ഈ പരിപാടി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നൊരു സംഘടന കേരളത്തിൽ വേറൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ദാറ്റ്സ് ഓൾ. DYFI ആണ് കൊടുത്തതല്ലേ. ഞങ്ങൾ വീട്ടിൽ ആഹാരം ഇതുപോലെ പാകം ചെയ്ത് കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട് വീട്ടിൽ ഇരുന്ന്. തിരുവോണ ദിനത്തിൽ DYFI നൽകിയത് പായസമടക്കം വിഭവസമൃദ്ധമായ സദ്യ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും പൊതിച്ചോറ് മുടങ്ങാതെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് DYFIയുടെ സംഘടനാ തീരുമാനം. ഈ പൊതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു എന്നുപോലും പറയാൻ മടി കാണിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോൾ ഇവിടെ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന കാഴ്ച കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ആ സംഘടനയെ എങ്ങനെ വിലയിരുത്തും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി പൊതിച്ചോറ് വിതരണത്തിൽ പങ്കാളിയായി. അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം DYFI ആണ് ഇതിന് മുൻകൈയെടുത്ത് ഇതിൻ്റെ സംഘടനാപരമായ ഏകോപനം നടത്തുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ പരിപാടിയുടെ വിജയത്തിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ്. ഇവിടെ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് DYFIയുടെ പൊതിച്ചോറല്ല. ഈ നാട്ടിലെ പലതരത്തിൽപ്പെട്ട ജീവിത സാഹചര്യമുള്ള വീടുകളിൽ അവർ തയ്യാറാക്കുന്ന അവരുടെ ഊണിൻ്റെ ഭാഗമായി ഒരു പൊതി നിങ്ങൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയും ചികിത്സയിൽ കഴിയുന്നവർക്ക് കൂടെ ഇരിക്കുകയും ചെയ്യുന്ന നിർധനരായിട്ടുള്ള ആളുകളുണ്ട്. ചിലർ ഈ ആശുപത്രി കിടക്കുമ്പോൾ അവിടെ ഭക്ഷണം വീട്ടിൽ നിന്ന് തയ്യാറായി കൊണ്ടുവരുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. പലതരം പ്രയാസങ്ങളുള്ളവരുണ്ട്. ആ പ്രയാസം മനസ്സിലാക്കി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹൃദയശുദ്ധിയുള്ള മനുഷ്യരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഓരോ പൊതിച്ചോറ് സംഭാവനയായിട്ട് സ്വീകരിച്ച് അത് ഈ ആശുപത്രികളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന ഒരു ജോലി DYFIക്ക് ഏറ്റെടുത്തുകൂടാ എന്നാലോചിച്ച് ആ DYFI പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ആഘോഷ ദിനങ്ങളിലും പാവപ്പെട്ടവർക്കൊപ്പം DYFI ഉണ്ട്. ഇതായിരുന്നു DYFIയുടെ തിരുവോണ ദിന സന്ദേശം. ഈ പൊതിച്ചോറ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. സാമ്പത്തികമായിട്ട് ഇത്രയും വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഈ യുവജന പ്രസ്ഥാനം ഇങ്ങനെ ചെയ്യുന്നതിൽ വളരെയധികം സഹായകരമാണ്, അഭിനന്ദനമാണ്. ഇതേപോലെ എല്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകളും സമൂഹത്തിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ച് എല്ലാവരും സഹായിച്ചുകൊണ്ടേ ഇരിക്കണം. ഷുഗർ പേഷ്യൻ്റായ ഞാൻ പായസം വരെ കഴിച്ച്, പായസമൊക്കെ വളരെ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ അതൊക്കെ വെരി ഹാപ്പി ആയിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും വളരെ നന്ദി, അഭിനന്ദനങ്ങൾ. ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് കഴിക്കാനും പറ്റുന്നില്ല ഹോട്ടലിലെ ഭക്ഷണം. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെ നാട്ടിലുള്ള ഓണാഘോഷം ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. DYFI അത് അത്രയും വലിയൊരു ത്യാഗം സഹിച്ചിട്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഈ തിരുവോണ നാട്ടിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ വെച്ചാൽ എത്രത്തോളം ഈ ഫുഡ് ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടാവുമെന്ന്. ഇത് വീണ്ടും ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.